മെയ് 17 നോർവേയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഇത് നോർവേക്കാർക്ക് ഏറ്റവും അഭിമാനമുള്ള ദിവസങ്ങളിലൊന്നാണ്. 1814 മെയ് 17 ഐഡ്സ്വോൾ എന്ന സ്ഥലത്ത് നോർവേയുടെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി ഒപ്പുവെച്ചു. അന്ന് നോർവേ പല വർഷങ്ങളായി ഡെൻമാർക്കിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യത്തിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വന്തം ഭരണഘടന രൂപീകരിച്ചു. അത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭരണഘടനകൾ ഒന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മെയ് 17 നോർവേക്കാർക്ക് സ്വാതന്ത്ര്യദിനം പോലെ ആയിട്ട് തോന്നുന്നത്. ഇതൊരു രാഷ്ട്രീയ ദിനം പോലെ അല്ല കേട്ടോ. കുടുംബവും കുട്ടികളും സന്തോഷം നിറഞ്ഞൊരു ആഘോഷ ദിനമാണ്. രാവിലെ തന്നെ ആളുകൾ വളരെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരും അവരുടെ മനോഹരമായിട്ടുള്ള ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കും. ചിലർ സ്വീറ്റായിരിക്കും ധരിക്കുന്നത്. വീടുകളിലും തെരുവിലും എല്ലായിടത്തും നോർവേയുടെ പതാകകൾ നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് പ്രത്യേക ആവേശമാണ്. കാരണം ഈ ദിവസം കുട്ടികളുടെ ദിനമായിട്ടാണ് കാണുന്നത്. കുട്ടികളുടെ പരേഡ് ഈ ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സ്കൂൾ കുട്ടികൾ മാച്ചിങ് ബാൻഡിനൊപ്പം നഗരത്തിലൂടെ നടക്കും. അവർ കയ്യിൽ നോർവീജിയൻ ഫ്ലാഗ്സ് പിടിച്ചുകൊണ്ട് ഹുറ എന്ന് വിളിച്ചു പറയും. ഓസ്ലോയിലെ രാജകുടുംബം പാലസ് ബാൽക്കണിയിൽ നിന്ന് കുട്ടികൾക്ക് കൈവീശി അഭിവാദ്യം ചെയ്യും. അത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ ദിവസം ആൾക്കാർ ഭക്ഷണവും ആഘോഷവും ഒക്കെ ഡയറ്റൊന്നും നോക്കില്ല. അത്രയും ആഘോഷകരമായി ഹോട്ട് ഡോഗ്സ്, ഐസ്ക്രീം, വാഫിൾസ്, കേക്ക് എല്ലാം കഴിക്കും. കുട്ടികൾ പലതവണ ഐസ്ക്രീം കഴിക്കുന്നത് നോർവേയിൽ